കഴിഞ്ഞ ദിവസം മതിലിനെ ഇടിക്കുന്നതിന് പകരം മനുഷ്യനെ ശക്തീകരിക്കുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചിരുന്നല്ലോ. അതിൻ്റെ ക്ലിയർ ചിത്രം ഈ വാക്യത്തിൽ കാണാം. സങ്കീർത്തനം 18-ാം അധ്യായം അഥവാ 18-ാം സങ്കീർത്തനം 33-ാം വാക്യം. കർത്താവ് എൻ്റെ കാലുകളെ പേടമാൻ്റെ കാലുകൾക്ക് തുല്യമാക്കി ഉന്നതികളിൽ എന്നെ നിർത്തുന്നു. മാൻപേടക്കാലുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? പിറവത്തിൻ്റെ സമീപത്തൊരു റീഹാബിലിറ്റേഷൻ സെൻ്ററുണ്ട്. സ്വയാശ്രയ എന്നാണ് അതിൻ്റെ പേര്. വിവിധ കാരണങ്ങളാൽ ഡിസേബിൾഡായി തീർന്ന ആളുകളെ എന്ന് പറഞ്ഞാൽ അപകടം, വീഴ്ച, രോഗം അങ്ങനെയൊക്കെ വന്നിട്ട് വേണ്ടത്ര ആരോഗ്യമില്ല നടക്കാനോ അങ്ങനെയൊക്കെയുള്ള പ്രയാസമുള്ളവരെ ഒരു ചുരുങ്ങിയ കാലം അവിടെ താമസിപ്പിച്ച് പരിശീലനം കൊടുത്ത് ഫിസിയോതെറാപ്പി ചെയ്ത് മനസ്സിനുള്ള തെറാപ്പി കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ഥാപനം, നല്ലൊരു സ്ഥാപനം, അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാപനം. അവർ ചെയ്യുന്നത് ശരിക്കും മരുന്ന് കൊടുക്കുകയല്ല, കാലുകളെ ശക്തീകരിക്കുക, കൈകളെ ശക്തീകരിക്കുക, ചിന്തകളെ ശക്തീകരിക്കുക. അവിടെ എഴുതി ഒട്ടിച്ചിരിക്കുന്ന ചില പടങ്ങളും വാർത്തകളും ഞാൻ ശ്രദ്ധിച്ചു. വെപ്പുകാലും കൊണ്ട് പർവ്വതാരോഹണത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ വ്യക്തികളുടെ പടം, വെപ്പുകാലും കൊണ്ട് ഓട്ടമത്സരത്തിൽ മുൻപിലെത്തിയ മനുഷ്യരുടെ പടം. അതൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണെങ്കിലും ആ സ്ഥാപനത്തിൻ്റെ വിഷനാണ് ആ പടങ്ങളിൽ കാണുന്നത്. ഈ വചനം നമുക്ക് തരുന്ന വിഷൻ എന്താണ്? He makes my feet like the feet of a deer. ഈ വനത്തിൽ ഉള്ള മൃഗങ്ങളുടെ കൂട്ടത്തിൽ ചുള്ളിക്കമ്പ് പോലത്തെ കാലും കൊണ്ട് മോട്ടോർ സൈക്കിളിനേക്കാൾ സ്പീഡിൽ പോകുന്ന ഒരു മൃഗമാണ് മാൻ. അതൊരു രസം തന്നെയാണ്, അതൊരു ഭംഗിയാണ് അവനെ കാണാൻ. അവൻ്റെ ശക്തി അവൻ്റെ കാലിലാണ്. അവന് വേറെ വലിയ ആയുധങ്ങളൊന്നുമില്ല. പുലിക്ക് നഖമുണ്ട്, സിംഹത്തിന് പല്ലുണ്ട്, ആനയ്ക്ക് തുമ്പിക്കൈയുണ്ട്, പോത്തിന് കൊമ്പുണ്ട്. ഈ പാവത്തിന് കൊമ്പൊന്നിനും കൊള്ളത്തൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടിയുള്ളതാണ്. സ്ത്രീകളുടെ തലമുടി പോലെ ഉപയോഗമൊന്നുമില്ല, ഈ ഭംഗി മാത്രമല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്. എന്നാൽ ഈ മാൻ, അവൻ്റെ ബലം എന്ന് പറയുന്നത് അവൻ്റെ കാലാണ്. അവനിങ്ങനെ പൊട്ടം കളിച്ചൊക്കെ നിൽക്കുന്നെങ്കിലും അവനൊരു ധൈര്യമുണ്ട്. ഒരൊറ്റ കുതിപ്പ് കുതിച്ചാൽ ആരും പിന്നെ പുറകെ എത്തുക. സ്തോത്രം. എല്ലാ ദിവസവും ഇത് ഓർക്കണമെന്നും പറഞ്ഞൊരു പോസ്റ്റർ എനിക്ക് പണ്ട് കിട്ടി. ഒരു മാൻ ഓടുന്നു, പുറകെ ഒരു സിംഹം ഓടുന്നു. ആര് ജയിക്കും എന്നാണ് അടിയിലത്തെ ചോദ്യം. നിശ്ചയമായിട്ടും മാൻ ജയിക്കും. കാരണം മാനിന് ജയിച്ചേ പറ്റൂ, ഇല്ലേ മരണമാണ്. സിംഹത്തിനോ ഒന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് അല്പം വൈകുന്നേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ട് മാൻ ജയിക്കും ഉറപ്പാ. ഇവന് വേറെ ഒരെണ്ണത്തിനെ കിട്ടും കുറച്ച് കഴിയും. ഇന്നത്തെ വചനം കേട്ടുകൊള്ളുക. ദൈവം നിനക്ക് ഒരു കാല് തരാൻ പോവുകയാണ്. ഞാനത് വിശ്വസിച്ചുകൊണ്ട് പറയുന്നു. ദൈവം എൻ്റെ കാലുകൾക്ക് ബലം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എൻ്റെ കണ്ണുകൾക്ക് പുതിയ കാഴ്ച തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എൻ്റെ കൈകൾക്ക് പുതിയ ജോലി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് എൻ്റെ കൂടെ വിശ്വസിക്കും? വിശ്വസിച്ചവരെല്ലാം മഹത്വം കാണാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കർത്താവേ, ഇന്നത്തെ ഈ വചനം കേട്ടവരിൽ ചിലർ ശക്തരായി തീരട്ടെ.
കർത്താവ് അവർക്ക് പുതിയ വേഗത നൽകാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.